How many ways can 5 people arranged in a circular table? അതായത് ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും 5 പേരെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒരുവിധം കുറേ കോമ്പറ്റീഷൻ എക്സാമുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് നമ്മളൊരു ലൈനിലാണെങ്കിൽ നമുക്കറിയാം 5 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് ഈ 5 പീപ്പിളിനെ തന്നെ ഒരു ലൈനിൽ നിർത്തുകയാണെങ്കിൽ 1 2 3 4 5 5 സ്ഥാനങ്ങളുണ്ടാവും. ആ 5 സ്ഥാനങ്ങളിൽ ആദ്യത്തെ സ്ഥാനത്ത് 5 ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെ നിർത്താൻ പറ്റും. അപ്പം 5 ഇൻറ്റു അടുത്ത സ്ഥാനത്തിൽ 5 ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഈ സ്ഥാനത്ത് നിൽക്കുമല്ലോ. അപ്പം ബാക്കി 4 പേരാണ് അടുത്ത സ്ഥാനത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം 4 പേര്. ഇനി അതുപോലെ ബാക്കി 3 പേരുണ്ടാവുള്ളൂ. 3 പേരിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ നിൽക്കാം. അപ്പം ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക. അതാണ് 5 ഫാക്ടോറിയൽ എന്ന് വരുന്നത്. പക്ഷെ ഇതേ 5 ആൾക്കാർ തന്നെ ഒരു സർക്കിളിന് ചുറ്റാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 1 2 3 4 5 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഫാക്ടോറിയൽ അല്ല വരാം. അതിൻ്റെ ഇക്വേഷൻ n-1 ഫാക്ടോറിയൽ ആണ്. അത് 5 ആണെങ്കിൽ 5 - 1 ഫാക്ടോറിയൽ, അതായത് 4 ഫാക്ടോറിയൽ എന്ന് വരും. ഇവിടെയാണ് നമുക്ക് ഡൗട്ട് വരാം. ഇത് നേരെ ഒരു ലൈനിൽ നിൽക്കുമ്പോൾ അവരുടെ കോമ്പിനേഷൻ വരുന്നത് 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ തരത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ ഒരു സർക്കിളിന് ചുറ്റും നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കണം? അവരുടെ 5 ഫാക്ടോറിയൽ ആൻസർ വരുന്നില്ല. കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അത് നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. അതായത് ആദ്യം നമുക്കൊരു 5 സർക്കിൾ വരയ്ക്കാം. ഈ 5 ആൾക്കാരെന്നുള്ളത് 5 പേരാന്ന് വിചാരിക്കാം. A B C D E. ഈ 5 ആൾക്കാർ ശരിയാണ്. ഈ 5 ആൾക്കാരെ നമുക്ക് 5 പെർമ്യൂട്ടേഷൻ രീതിയിൽ നിർത്താൻ പറ്റും. 5 പെർമ്യൂട്ടേഷൻ്റെ ആൻസർ എത്ര വരണേ? 5 × 4 × 3 × 2 × 1. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 121 അപ്പം ഇത് 121 ഇങ്ങനെ സർക്കിളുകൾ പല രീതിയിലും നമുക്ക് അങ്ങനെ നിർത്തി പോകാൻ പറ്റും. ആദ്യത്തെ ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇവിടെ A B C D E ഇങ്ങനെ വന്നു. വേറെ ഒരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് A B C D E സോറി കേട്ടോ. വേറെ സ്ഥലത്താണെങ്കിൽ A B C D E A B C D E A B C D E. ഇവിടെയൊക്കെ എയുടെ ഒരു സ്ഥാനം അപ്പുറത്തേക്ക് മാറി, ഇവിടെ തൊട്ട് ഇപ്പുറത്തേക്ക് മാറി, ഇവിടെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി, ഇവിടെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി, കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി. ഇതൊക്കെ നമ്മുടെ കോമ്പിനേഷനിൽ വരുന്നതാണ്. അതായത് ഈ 5 സെറ്റുകൾ നോക്കിയാൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ നിന്നെങ്കിൽ എയുടെ തൊട്ട് അപ്പുറത്തേക്ക് എടുക്കേണ്ടത് ഏതാ? ബിയും ഇ ആണ്. അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് എടുക്കുന്നത് ബിയും ഇ ആണ്. ഇവിടെയും ഇതൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സെയിം സംഭവമാണ്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് പെർമ്യൂട്ടേഷനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇതേപോലെ ഈ 5 സെറ്റിൻ്റെ റിപ്പീറ്റേഷൻ പലവട്ടം ഈ സർക്കിളിൽ വരും. ഈ 5 സെറ്റിൻ്റെ റിപ്പീറ്റേഷൻ പലവട്ടമായിട്ട് ഈ കോമ്പിനേഷൻ്റെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടോട്ടൽ കോമ്പിനേഷൻ കാണും. ടോട്ടൽ കോമ്പിനേഷൻ നമുക്കറിയാം 5 ഫാക്ടോറിയൽ എന്നറിയാം. 5 ഫാക്ടോറിയൽ കണ്ടിട്ട് പിന്നെ ഈ 5 സെറ്റുകളാണല്ലോ എക്സ്ട്രാ വരണേ. അപ്പം 5 സെറ്റുകളെ നമുക്ക് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് ഒരു സെറ്റ് മാത്രം മതി. ഇതുപോലെ റിപ്പീറ്റേഷൻ വരുന്ന പല സെറ്റുകളുണ്ടാവും. ഇതൊക്കെ ശരിക്കും സെയിം ആണല്ലോ, നമുക്ക് ഒരു സെറ്റ് മാത്രം പോരെ. അപ്പം അതിനാണ് ഈ പല ഇതിൽ നിന്നും 5 ഫാക്ടോറിയലിൽ നിന്ന് 5 ഒരു സെറ്റ് മതി. അപ്പം അതിന് 5 കൊണ്ട് അതിന് ഡിവൈഡ് ചെയ്യും. ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 × 3 × 2 × 1 / 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 5 വെട്ടിപ്പോയി, ആൻസർ 4 ഫാക്ടോറിയൽ വന്നു. ഇങ്ങനെയാണ് സർക്കിളിൽ അല്ലെങ്കിൽ ഒരു വട്ടമേശയ്ക്ക് ചുറ്റിരിക്കുന്ന ആൾക്കാരുടെ കോമ്പിനേഷൻ n-1 അഥവാ 5 - 1 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇങ്ങനെ ആൻസർ വരുന്നത്.
ഒരു സെറ്റായില്ലേ, മനസ്സിലായില്ലേ?